അങ്ങനെ ശാലിനിയുടെ വിവാഹവേദിയിൽ നിന്നും എനിക്ക് തടി കേടായിട്ടുള്ള കല്യാണമൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഇറങ്ങി ഓടുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രന്റെ പുറകെ രാജേശ്വരിയും ഗോപാലകൃഷ്ണനും ഒക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനെ പിടിച്ചു നിർത്തി ദേഷ്യം തീർക്കും വരെ തല്ലുകയാണ് രാജേശ്വരി. അതേസമയം രാജീവിനെയും പിടിച്ചുകൊണ്ട് പോകാനിറങ്ങുകയാണ് വിജയലക്ഷ്മി. ഈ കല്യാണം ഇനി നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ്. പക്ഷെ അതേസമയം ശാലിനി വിജയലക്ഷ്മിയോട് പറയുകയാണ്, ഒരു നിമിഷം നിൽക്കൂ, ഈ കല്യാണം നടക്കും, അതും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ. അന്നേരം ഒന്നും മനസ്സിലാകാതെ ശാരദാമ്മ ചോദിക്കുകയാണ്, എങ്ങനെ ഈ കല്യാണം നടക്കുമെന്നാണ് നീ പറയുന്നത്? അതൊക്കെ നടക്കും എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ തട്ടത്തിൽ ഉപേക്ഷിച്ചു പോയ താലിമാല എടുത്തിട്ട് വിഷ്ണു തിരികെ തൊഴുതിറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് ശാലിനി. അതേസമയം അമ്പലത്തിൽ നിന്നും തൊഴുതു തിരികെ ഇറങ്ങുന്ന വിഷ്ണുവിന്റെ കൈയും പിടിച്ച് മണ്ഡപത്തിലേക്ക് എത്തുകയാണ് ശാലിനി. ഇതൊന്നും അറിയാതെ, എന്താണ് സംഭവിക്കുന്നതെന്നും അറിയാതെ ശാലിനിയുടെ പിറകെ പോവുകയാണ് വിഷ്ണു. കൂടെ ദാസനും കമലിനുമുണ്ട്. ആളുകളുടെ മുന്നിലേക്ക് വിഷ്ണുവിനെ കൊണ്ടുവന്ന് നിർത്തുകയാണ് ശാലിനി. അതിനുശേഷം ശാലിനി തൻ്റെ കയ്യിലിരുന്ന താലി വിഷ്ണുവിൻ്റെ നേരെ നീട്ടിയിട്ട് പറയുകയാണ്, ദാ താലി, കെട്ടെൻ്റെ കഴുത്തിലേക്ക്. ഒന്നും മനസ്സിലാകാതെ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. ദാസനും കമലനും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ചുറ്റും നോക്കുന്നു. ഇത് കണ്ട് ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് ശാരദാമ്മ. വിഷ്ണു യാദൃച്ഛികമായാണ് അവിടെ വന്നതെങ്കിലും ശാലിനി വിചാരിച്ചു വച്ചിരിക്കുന്നത് തൻ്റെ കല്യാണം മുടക്കാനായിട്ട് ബാലചന്ദ്രനെ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു വന്നതെന്നാണ്. ഇനി ആര് തന്നെ കല്യാണം കഴിക്കാൻ വന്നാലും അവരെയൊക്കെ ഓടിക്കുമെന്നാണ് ശാലിനി കരുതിയിരിക്കുന്നത്. അതേസമയം ശാലിനിയുടെ കയ്യിൽ നിന്നും താലി വാങ്ങുകയാണ് വിഷ്ണു. പക്ഷേ വിഷ്ണു ഇവിടെ ശാലിനിയെ കല്യാണം കഴിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വധുവാകാൻ അവിടെ ഒരുങ്ങി നിൽക്കുകയാണ് സുസ്മിത. ഇതൊന്നും അറിയാതെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിരിക്കുകയാണ് സത്യഭാമയും രാഘവൻ നായരും പ്രീതിയുമൊക്കെ. ഇനി ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്